സർ, പോരാളി ഷാജി പിണറായിയുടെ അല്ലെങ്കിൽ സഹാക്കന്മാരുടെ വലങ്കൈ, മുഖം മൂടിയില്ലാത്ത സഹാക്കന്മാരെ എപ്പോഴും ഇങ്ങനെ പൊഴുത്തുന്ന ഒരു ഫേസ്ബുക്ക് പേജ്. അതായത് പിണറായിയെ സഹാക്കന്മാരെ ആര് തെറി വിളിച്ചാലും അവരെ അതിലും വലിയ തെറികൾ കൊണ്ട് അഭിഷേകം ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന മുഖം മൂടിയില്ലാത്ത കുറച്ച് പേരെന്നാണ്. ഇതുവരെ പോരാളി ഷാജി ആരാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ട്, പവൻ കല്യാണിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇട്ടാണ് ആ പേജ് ഇങ്ങനെ സജീവമായി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അമ്പലമുക്ക് സഹാക്കൾ എന്ന് പറയുന്ന ഒരു പേജിൽ ഈ അബ്ദുൽ വഹാബിൻ്റെ ക്ഷമിക്കണം സാർ, അബ്ദുവിൻ്റെ മകൻ വഹാബ്, അതാണ് ഈ പോരാളി ഷാജി എന്ന് പറയുന്ന പേജിൻ്റെ അഡ്മിൻ എന്നാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സഹാക്കന്മാർക്ക് ആർക്കും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് സാർ ഈ വിഷയത്തിൽ പോരാളി ഷാജി? ഇത് കണ്ടപ്പോൾ അയ്യേ ഇയാളായിരുന്നോ പോരാളി ഷാജി എന്ന് ഓരോരുത്തർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. പോരാളി ഷാജി എന്ന് പറഞ്ഞ പാർട്ടി 2018 എൻ്റെ നേരെ ഒരു വധശ്രമത്തിന് എൻ്റെ നേരെ ഒരു കേസ്, അങ്ങനെ എൻ്റെ നേരെ വധിക്കുന്നതിന് എൻ്റെ നേരെ ത്രെറ്റ് നടത്തിയ ആൾക്കാരാണ് ഇവർ. അന്ന് ഞാനൊരു ഓഡിയോ ഇറക്കിയായിരുന്നു, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കാശ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഓർമ്മയുണ്ടായിരിക്കും. അതിൻ്റെ അഗെയിൻസ്റ്റാണ് ഈ പോരാളി ഷാജിയും ഇവരെ കമ്മ്യൂണിസ്റ്റുകാരും കയറി എന്നെ വാട്സാപ്പിൽ വന്ന് എന്നെ ത്രെറ്റൻ ചെയ്ത് എന്നെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവർ. ഇപ്പോൾ ഇവർ ആരാന്ന് മനസ്സിലായ കാരണം എനിക്ക് വേണമെങ്കിൽ ഇവരെ നേരെ ഒരു പോലീസ് കേസ് ഇടാൻ വേണമെങ്കിൽ. ഇപ്പോൾ ഞാൻ സുപ്രീം കോടതിയിൽ പോയി, ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ ഇൻക്ലൂഡിങ് ഏഷ്യാനെറ്റ് പറഞ്ഞു എൻ്റെ ഹർജി തള്ളിപ്പോയി. അവർക്ക് ഡിസ്പോസ്ഡ് ഓഫും ഡിസ്മിസ്ഡും തമ്മിൽ ഡിഫറൻസ് അറിയാത്ത മാധ്യമ പ്രവർത്തകരാണ് നമ്മുടെ നാട്ടിൽ. ആ ഓർഡർ വായിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ. DG Telangana and DG Kerala to provide protection on a threat perception basis. എൻ്റെ ജീവന് ഏതെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതായിരുന്നു ആ കേസ്. ഇനി ആ കേസിൽ സംബന്ധം. പക്ഷെ ഞാൻ പറയാൻ കാരണം, ഈ പോരാളി ഷാജിമാർ ഇങ്ങനെ കയറി കളിക്കുന്നത് വേറെ ഏത് ഒരു നാട്ടിൽ നമ്മളിങ്ങനെ കാണില്ല. എന്താ പറയുക, ഇവിടെ കുറേ സമയമുണ്ട് ആൾക്കാർക്ക്. ഇവിടെ ചില പയ്യന്മാർക്കൊക്കെ ജോലിയൊന്നും ഇല്ലാത്ത കാരണം ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം ഇങ്ങനെ കയറിയിരുന്ന് ഫേസ്ബുക്കിൽ കയറുന്ന തെറി വിളിച്ച് പറയലും, അവരുടെ പാർട്ടിക്കാരുടെ തെറി വിളിച്ച് പറയലും, മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയണതും അവരെ എങ്ങനെ ഭരണം നടത്തണം എന്നുള്ള പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇവരാണ്. ഇതുവരെ CPM ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇതുവരെ അവർ തെറി വിളിച്ചത് BJP-ക്കാരെയും എന്നമായിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെയും അവരൊക്കെയാണ്. മോദിയെ പിന്നെ സ്ഥിരമായിട്ട് പറയുന്ന ആൾക്കാർ. പക്ഷെ ഇപ്പോൾ അവരുടെ പാർട്ടി ഒരു 5-6 മാസമായിട്ട് CPM-ന്റെ നേരെ തന്നെ തിരിഞ്ഞപ്പോൾ, അപ്പോഴാണ് ഞാനിപ്പോഴും ഇംഗ്ലീഷിൽ പറയും ഒരു ഭസ്മാസുർ എഫക്റ്റ് എന്ന് പറയും. ശിവൻ വരം കൊടുത്ത ഭസ്മാസുരൻ ശിവന്റെ തലയിൽ 2 കൊടുത്ത് കൈവച്ചു എന്നൊരു കേസാണ്. അതാണ് എവിടെയും നടന്നത്. അതാണ് ഈ പോരാളി ഷാജിമാർ ചെയ്തത്. അവസാനം എന്ത് പറ്റി, ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഈ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞ് നടക്കുന്ന നമ്മുടെ അവിടുത്തെ ഓരോ മാധ്യമങ്ങളുണ്ടല്ലോ, അവർക്ക് മോനിക്ക് പോരാളി ഷാജിയെ വെറുത്തു തുടങ്ങി. അവരുടെ പബ്ലിസിറ്റി കൊണ്ട് ഇവൻ കൊണ്ടുപോയി കംപ്ലീറ്റ് ആയിട്ട്. ഈ ഗ്രൂപ്പ് ഒരാളായിരിക്കില്ല, അത് ഒരു ഗ്രൂപ്പായിരിക്കും. അവർ കൊണ്ടുപോയി. ഒക്കെ നമുക്കറിയാം, ഇപ്പം ടെലിവിഷൻ എന്ന് പറഞ്ഞ ചാനൽ ആരും കാണുന്നില്ല. വീട്ടിലിരിക്കുന്നത് വയസ്സായ ആൾക്കാരും, പിന്നെ ഈ പറഞ്ഞ മാതിരി വേറെങ്കിലും സ്ത്രീകൾ, അവർ ഹോം മേക്കേഴ്സ് എന്ന് പറയും. അവരതിന് വീട്ടിലിരിക്കുന്ന കാലത്തൊട്ട് വൈകുന്നേരം വരെ മിക്കവരും നമ്മുടെ വയലിൽ ജോലി എടുക്കുന്ന ആൾക്കാർ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രി വീട്ടിൽ തിരിച്ചെത്തും. നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റൊക്കെയാണ്. അവിടെയാണ് ഈ പോരാളി ഷാജിമാരിലുള്ള ആൾക്കാർ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു ചെറിയ വീഡിയോ അല്ലെങ്കിൽ ചെറിയൊരു ടെക്സ്റ്റ് എടുത്തിട്ടിട്ട്, ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് പിണറായി വിജയനും ആദ്യം ഈ പറയുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ആദ്യം മീഡിയ വിളിച്ചിട്ടല്ല കൊടുക്കണം. അത് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ കൊടുക്കും. ഓഫ്കോഴ്സ് ട്വിറ്ററിൽ പിണറായിക്ക് അറിയില്ല, പക്ഷെ ആരോ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അക്കൗണ്ട് അത്. അതേമാതിരി എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവരുടെ പൊസിഷൻ അവർ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ നാച്ചുറലാണ് ഈ ഒരു ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു എക്സ്പേർട്ടായിരിക്കും. പോരാളി ഷാജിമാർ അങ്ങനെയാണ്. അവരൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് എടുത്തിട്ട് പിന്നെ അവർ ട്രോൾ ചെയ്യും ആൾക്കാർ. അതാരായാലും കുഴപ്പമില്ല അവർക്ക്. അവരുടെ പാർട്ടിക്കാരായാലും അന്യ പാർട്ടിക്കാരായാലും അവരെ തെറി വിളിക്കുക എന്നാണ് ഇവരുടെ മെയിൻ സ്ട്രാറ്റജി. അങ്ങനെ കുറേ പബ്ലിസിറ്റി കിട്ടി, അങ്ങനെ കുറേ ആൾക്കാർ ഇനിയും കൂട്ടിക്കെട്ടി വലിയൊരു ഗ്രൂപ്പായിട്ട്, ഒരു ഇൻഫ്ലുവൻസർ ഗ്രൂപ്പായിട്ട് മാറി ഇവർ. അത് CPM-ന് പിടിച്ചില്ല. ഞങ്ങളെക്കാട്ടിലും വലിയ ആൾക്കാർ ഇവിടെ ആരും ആവാൻ പാടില്ലല്ലോ, ഇവനാരാ എന്നിട്ട് തുടങ്ങി വെച്ചു. അപ്പം ഇപ്പോൾ ഏതോ ഒരാളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇതൊരു അവിടെ അവസാനം നോക്കി വരുമ്പോൾ ഇവൻ പറയും ഞാൻ ഒരു ഷാജി, ഇനി അവിടെ 55 ഷാജികൾ വേറെ കിടക്കുന്നുണ്ട്, വേറെ ഗ്രൂപ്പുകളുണ്ട്, ഇവരൊക്കെ ഒന്നാണോ എന്ന് ആർക്കും അറിഞ്ഞില്ല. ഇവർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു എന്നിട്ട് അതെടുത്തിട്ട് ഒരു ക്രിമിനൽ ആക്ടോ അല്ലെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റില്ല. അത് സീതാറാം യെച്ചൂരിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കാലത്തേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഈ
ഈ പറഞ്ഞ മാതിരി മോദി എല്ലാവരും ജയിലിലിടുന്നു എന്നൊക്കെ പറഞ്ഞ പാർട്ടിയാണ്. ഇവിടെ നമുക്കറിയാം ഓരോ സെക്ഷനിൽ ഇട്ടിട്ട് എത്ര പേര് രാത്രിക്ക് രാത്രി പൊക്കിക്കൊണ്ടുപോയി ജയിലിലിട്ടതാണ് കേരളത്തിൽ ഇവിടുത്തെ ഈ CPM ഗവൺമെന്റ്. പക്ഷെ ഈ പറഞ്ഞ ഒരു പോരാളി ഷാജി, ഞാനതൊരു കാര്യം അപ്രീഷിയേറ്റ് ഉണ്ട്. എൻ്റെ നേരെ ഒരു അവര് എന്താ പറയുക ഒരു ത്രെറ്റ് നടത്തിയാലും കുഴപ്പമില്ല, ഞാനത് അതിജീവിച്ച് പുറത്തു വന്നു അത് കാരണം. പക്ഷെ ഇവരെ അറ്റ്ലീസ്റ്റ് ഇവർ തുറന്ന് പറയുന്നുണ്ട്. കുറെ CPM-ലുള്ള ഈ പറഞ്ഞ മാതിരി പോരാളി ഷാജിമാരും മിണ്ടാണ്ടിരിക്കുമ്പോൾ ഇവർ ഈ പോരാളി ഷാജിമാർ കയറി മുഖ്യമന്ത്രിയും ബാക്കിയുള്ള നേതാക്കളെയൊക്കെ നിങ്ങൾ മര്യാദയ്ക്ക് ഭരണം ചെയ്യാറിയില്ലെങ്കിൽ കടന്നു പോകണമെന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇവർക്ക് വന്നു. അത് സമ്മതിച്ചേ പറ്റും. ഇത്തരം പോരാളി ഷാജിമാര് അല്ലെങ്കിൽ ഇത്തരം ഈ എന്ത് വിളിച്ചു പറയാൻ പറ്റുന്നത്? ഇപ്പൊ സാറിനെതിരെ വരെ ഭീഷണി ഉണ്ടായി, വധശ്രമം, വധിക്കുമെന്ന് പറയുന്നു. അതൊരു ഫേസ്ബുക്ക് പേജാണ്. അതിൽ മുഖം മറച്ചുകൊണ്ട് എവിടെയോ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് വരാൻ കഴിയാതെ ഇങ്ങനെ മുഖം മറച്ചുകൊണ്ട് എന്തും വിളിച്ചു പറയുന്ന എവിടെ ഇരിക്കുന്ന കുറെ പേർ. അത്തരക്കാർ നിയന്ത്രിക്കേണ്ടതല്ലേ? സർക്കാരിനെ ഇങ്ങനെ പൊഴുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ സർക്കാരിനെതിരെ ആയപ്പോഴാണ് സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താം എന്ന് വിചാരിക്കുന്നു, നടത്തും എന്ന് തോന്നുന്നു. അതിൽ എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. പക്ഷെ ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ? ഉണ്ട്, നിയന്ത്രിക്കണം. പക്ഷെ ഈ പറഞ്ഞ മാതിരി അതിനൊരു ഇമാജിനറി ലൈൻ ഡ്രോ ചെയ്യും നിയന്ത്രിക്കൽ നിന്ന്. എന്നാൽ കോൺഗ്രസ്സുകാരെ BJP-ക്കാരെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സംഘപരിവാരക്കാരെ തെറി പറഞ്ഞ കുഴപ്പമില്ല, ഞങ്ങളെ ഒന്നും പറയാൻ പാടില്ല. അതാണ് നമ്മുടെ രാഘവന്മാരും നമ്മുടെ കണ്ണൂർ ഗ്യാങ്ങിൻ്റെ അടുത്തൊക്കെ പറയാനുള്ളത്. അവരെ ഒന്നും പറയാൻ പാടില്ല. ബാക്കിയുള്ളവർ എന്ത് വേണേൽ പറഞ്ഞോട്ടെ. ഈവൻ CPI-നെ തെറി വിളിച്ചാലും കുഴപ്പം, പക്ഷെ CPM-നെ പറയാൻ പാടില്ല. അതാണ് ഇവരൊരു ഇത്. ഈ പറഞ്ഞ മാതിരി ഡെമോക്രസിയിൽ ഒരു തിൻ ലൈനാണ് മീഡിയ. ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, യുവർ ഫ്രീഡം എൻഡ്സ് വേർ മൈ നോസ് ബിഗിൻസ് എന്ന് പറയും. എൻ്റെ മൂക്കിൻ്റെ അവിടെ തന്നെ നിൻ്റെ ഫ്രീഡം അവിടെ തന്നെ നിന്ന് പോകണം. പക്ഷെ അതല്ല എൻ്റെ ഒരു കാര്യം. നമ്മൾ ആരെയും എന്തും പറയാമെന്നുള്ള ഒരു നാടായി മാറിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷെ ഒരു പേഴ്സണൽ ലെവലിൽ വരുമ്പോൾ എസ്പെഷ്യലി പെൺകുട്ടികൾ, സ്ത്രീകളുടെ നേരെയുള്ള ഓരോ കോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കുറേ നമ്മുടെ നാട്ടിൽ ചാമ്പ്യന്മാരുണ്ട്, അതിൽ കുറേ പേര്. അവർ കയറി കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും. പിന്നെ ഈ പറഞ്ഞ മാതിരി CPM-ന്റെ ഒരു കുറേ നേതാക്കന്മാരുണ്ട്. അവർ നേരെ ഉണ്ടായ കേസ് എന്ന അവസാനം CPM തന്നെ തീരുമാനിച്ചു, പോലീസൊന്നും വേണ്ട, കോടതിയൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ തീരുമാനിക്കും, ഞങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യും. സോഷ്യൽ മീഡിയ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് നമ്മൾ കാണും ട്വിറ്ററിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അധികം പേര് കയറി കളിക്കില്ല. ട്വിറ്റർ എഴുതണമെങ്കിൽ കുറച്ച് സ്കില്ല് വേണം. ഏതോ ഒരുത്തൻ്റെ അടുത്ത് കോപ്പി അടിച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല, തന്നെ ഇരുന്ന് എഴുതണം കുറച്ച്. അവിടെയാണ് ഇതിൻ്റെ സ്കില്ല് വരുന്നത്. പക്ഷേ ഫേസ്ബുക്കുമാരുടെ സാധനത്ത് ഈ പറഞ്ഞ മാതിരി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നൊരു സാധനം എടുത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അടിച്ച് കയറ്റി വിടും. പക്ഷെ കറക്റ്റ് ഈ പറഞ്ഞ മാതിരി ഇവരാരെങ്കിലും നേരെ ആക്ഷേപിച്ച് ഇവർ ഓരോ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇവരെ ഡെഫിനറ്റ് ആയിട്ട് ഇവരെ പിടിക്കേണ്ടത് തന്നെയാണ്. അത് ഏത് പോരാളി ഷാജി ആയാലും, ശരിക്കുള്ള പോരാളി ഷാജി ആയാലും, ഡ്യൂപ്ലിക്കേറ്റ് ആയാലും ട്രിപ്ലിക്കേറ്റ് ആയാലും അവരെ എന്തായാലും ആ നിയമത്തിനുള്ളിൽ കൊണ്ടുവരും. പക്ഷേ ആര് കൊണ്ടുവരും? അതാണേ ഹൂ വിൽ ബെൽ ദ ക്യാറ്റ് എന്ന് ഇംഗ്ലീഷിൽ, പൂച്ചക്കാരാണ് മണികെട്ട്. അതാണ് അവിടെ വരാൻ പോണത്. ബിക്കോസ് ഈ പറഞ്ഞ മാതിരി അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അവരെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലാണ് ഇവർക്ക് പോരാളി ഷാജി ആരാടാ ഇവന്ന് ചോദിക്കാൻ വരണം. അപ്പോൾ അതൊരു ഇപ്പം നാളെ ഒരു BJP ഗ്രൂപ്പ് അവരുടെ ലീഡർമാരെ തന്നെ ട്രോൾ ചെയ്യേണ്ട ഇഷ്ടം പോലെ BJP-യിൽ തന്നെ കിടന്നിട്ട് കുറേ പേരുണ്ട്. അതേമാതിരി കോൺഗ്രസ്സിലുണ്ട്. കോൺഗ്രസ്സിലുണ്ട് പണ്ട് തൊട്ട് ഇംഗ്ലീഷിലുള്ള എല്ലാ ആൽഫബറ്റിലെയും ഗ്രൂപ്പുകളുണ്ട്. A to Z വരെ ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പുകൾ ഓരോരുത്തർ പാർട്ടിക്കകത്തുമുണ്ട്, സൈബർ ലോകത്തുമുണ്ട്, ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മളെന്തിനാ ഓപ്പൺ പ്രസ് കോൺഫറൻസ് സുധാകരനും സതീഷിനും കൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടിപിടിക്കുന്ന നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനെ എടുത്ത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. കണ്ടാ സുധാകരൻ ചേട്ടൻ പറഞ്ഞുണ്ടാകും, അതിന് അവൻ പറയും സതീഷ് ചേട്ടൻ പറഞ്ഞുണ്ടാകുന്ന പറയും, അവിടെ തുടങ്ങും. ഇവരെന്താ ഇവര് കൾട്ടിവേറ്റ് ചെയ്ത് വരുന്ന ഒരു സപ്പോർട്ടിങ് ബേസ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ധർണ നടത്തി പോലീസുകാരുടെ ഇന്ന് ആ വാട്ടർ ക്യാൻ എന്തായാലും പറയുക വെള്ളം അടിച്ച് ഇവര് നേരെ അടിച്ചു വിടുന്നത് ജലബീരങ്കി ഉപയോഗിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ളവർ ചോദിച്ചിട്ടുണ്ട്, ഇവറ്റന്മാര് കാലത്ത് വീട്ടിൽ കുളിക്കേണ്ട വന്നേ തോന്നുന്നുണ്ട്, കാരണം സുഖമായിട്ട് ജലബീരങ്കിയിൽ കുളിച്ച് വീട്ടിൽ കൊണ്ടിരിച്ചു. അതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ട്വിൻ എഡ്ജ് സോഡാണ്. അത് നമുക്ക് നല്ലൊരു കാര്യത്തിൽ ഉപയോഗിക്കാം, അതേമാതിരി ഇല്ലീഗലായിട്ടുള്ള ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളൊരു പോസ്റ്റ് ഒരു ഹ്യൂമറസ് വേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പൊ നമ്മുടെ ജയശങ്കർ സാറല്ലേ ABC-യിൽ വന്നെങ്കിൽ കുറേ പറഞ്ഞിട്ട് നമുക്കത് തോന്നും സാർ എന്താ പറയണേന്ന് തോന്നും. പക്ഷെ അതിന്റെ പിന്നിലൊരു ഇന്റൻഷൻ ഉണ്ട് പറയണതിന്റെ, അതിനൊരു ഡബിൾ മീനിങ് ഉണ്ട് ആക്ച്വലി സാറ് പറയണത്. അതിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് അതിന് വേണ്ടത്. അതല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി കയറിയിട്ട് ഓരോ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക, ഇവരെ വിചാരം ഇവരാരൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഞാൻ കണ്ടു
കേസിൽ ആരോ ഒരുത്തൻ മോദിയെ തെറി പറയണ കണ്ട് ദുബായിൽ നിന്ന് അവസാനം പിടിച്ചെടുത്തവനെന്ന് പറഞ്ഞു. അതേമാതിരി ആവണം. ഇവരെവിടെയായാലും ഇവര് പൊക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ നേരെ തന്നെ എൻ്റെ ഓരോ പോസ്റ്റിൽ എൻ്റെ ഓരോ വീഡിയോയിൽ കയറി തെറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളൊരു ബ്രോഡ്കാസ്റ്റിംഗ് ഇതിലൊരു പുതിയ സ്റ്റാൻഡേർഡ് വരാൻ പോകുന്നു. അതിൽ തന്നെ ഈ പറഞ്ഞ മാതിരി വാട്സാപ്പ് മെസ്സേജസ് ഷെയർ ചെയ്യുന്ന സമയത്തും അത് നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ UK കാണുന്നുണ്ട്. ഇപ്പോൾ UK ABC ഹിന്ദിയിൽ നമ്മുടെ ചാനൽ, സിസ്റ്റർ ചാനൽ ABC ഹിന്ദിയിൽ നമ്മൾ അതിനെപ്പറ്റി ഇന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി UK ഇപ്പൊ അവിടെ നടക്കുന്ന അടിപിടി കാരണം ഒരു ട്വീറ്റോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഷെയർ ചെയ്താൽ മതി, നിങ്ങൾ ജയിലിൽ പോകും. ആലോചിച്ചോ, അവിടുത്തെ BBC ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതാണ് പ്രോബ്ലം. അതായത് ഇതാണ് അവിടുത്തെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ആർക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ആർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ അവനെ പിടിച്ച് പൊക്കിക്കൊണ്ട് കഴിഞ്ഞാൽ അപ്പം അവനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു 1 ഡസൻ ലോയർമാർ വരും. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ കുറെ ഫാക്ട് ചെക്കിംഗ് പാർട്ടികളുണ്ട്, അവരാണ് അതിനെക്കാട്ടും വലിയ കള്ളന്മാരാണ്. ഇതാണ് നമ്മൾ നടക്കുക. ഈ പോരാളി ഷാജി എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി ക്യാരക്ടർ എടുത്തിട്ടാണ് ഈ പറഞ്ഞ മാതിരി പവൻ കല്യാണിന്റെ ഫോട്ടോ എടുത്തിട്ട് നാളെ പറയും ശരി നമുക്ക് പവൻ കല്യാണിനെയും പൊക്കാം, ബിക്കോസ് അദ്ദേഹം ഇതിന്റെ റെസ്പോൺസിബിൾ ആണെന്നിട്ട് ആന്ധ്രയിലെ ഉപമുഖ്യമന്ത്രിയാണല്ലോ, അപ്പോൾ അവിടെ പോയി അവിടെ വേണമെങ്കിൽ പൊക്കിയിട്ട് വരും വേണമെങ്കിൽ കേരള പോലീസ്. വേറെ കുറെ പണിയുണ്ട് അവിടെ കേരള പോലീസിന് ചെയ്യാനുള്ളത്. എവിടുത്തെ ഡ്രഗ് മാഫിയ ആവട്ടെ, എവിടുത്തെ ക്രൈം ആവട്ടെ, അത് ആദ്യം ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഈ പോരാളി ഷാജിയൊക്കെ വിട്ടോളാം. അവർ തോന്നിയവരെ അവർക്കിടുന്ന് അടിച്ച് ഇതെന്താ ഈ പ്രോബ്ലം? ഇവിടെ ഈ പബ്ലിസിറ്റി കൊടുക്കുമ്പോഴാണ് ഇവര് ജീവിച്ചു പോണത്. ഇനി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടെറർ അറ്റാക്ക് നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ്, നമ്മുടെ കണ്ട് ഈ ജലബീരങ്കിയുടെ മുമ്പിലും ഈ കൊടപിടിച്ച് പോലീസുകാർ നേരെ ബാരിക്കേഡ് തള്ളണതൊക്കെ TV-ക്കാരുള്ളവരെ ചെയ്യുള്ളൂ. TV-ക്കാർ പോയി കഴിഞ്ഞു അവർ നിർത്തും, കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു, ഇന്നത്തെ നമുക്ക് വീട്ടിൽ പോട്ടെ ചായ കുടിച്ചെന്നില്ലായിരുന്നു. നമ്മൾ ഈ പബ്ലിസിറ്റി കൊടുക്കാണ്ടിരുന്നാൽ മതി. അതാണ് ഈ CPM-കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈ CPM നേതാക്കൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, മാധ്യമത്തിൽ കുറേ മാധ്യമങ്ങളിൽ പോയിരുന്നിട്ട് ഇവനെ ഞാൻ നാളെ പൊക്കാൻ പോവാണ് പോരാളി ഷാജി, ആരുടെ ഇവന്ന്. അത് മതി അവർക്ക്, അതാണ് ഓക്സിജൻ, അതിനാണ് ജീവിച്ചു പോവാൻ. വളരെ നന്ദി സാർ. പോരാളി ഷാജിമാർ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.